എന്തിനാടോ ഈ ഉണങ്ങിയ മരങ്ങൾ ഇങ്ങനെ വരച്ചു വെക്കുന്നത്? ഇലകളും പൂക്കളും ഉള്ള മരത്തിനല്ലേ ഭംഗി. ചിലപ്പോൾ അങ്ങനെ തോന്നും മാധവേട്ടാ. പക്ഷേ ഈ ഉണങ്ങിയ മരത്തിന് ഒരു പ്രത്യേകതയുണ്ട്. ഇത് എല്ലാ കാലങ്ങളെയും അതിജീവിച്ചു വന്ന, ഒഴിക്കാൻ ഇനി ഒന്നുമില്ലാത്തവന്റെ ഒരു ധൈര്യമുണ്ട് ഇതിന്. അത് ധൈര്യമല്ലടോ, ശൂന്യതയാ. പൊഴിക്കാനൊന്നും ബാക്കിയില്ലാത്തവന്റെ ശൂന്യത. 52 വർഷം ഞാൻ എൻ്റെ ജീവിതത്തിലെ നിറങ്ങൾ ഓരോന്നായി മറ്റുള്ളവർക്ക് കൊടുത്തു. അച്ഛൻ മരിച്ചപ്പോൾ അമ്മയ്ക്ക് വേണ്ടി, പെങ്ങൾക്ക് വേണ്ടി. എൻ്റെ യൗവനം, എൻ്റെ ആഗ്രഹങ്ങൾ ഞാൻ ബലി കഴിപ്പിച്ചു. അവസാനം എനിക്ക് വേണ്ടി ഒരു തുള്ളി നിറഞ്ഞ മാറ്റിവെച്ചപ്പോ വിധി അതും തട്ടിത്തെറിപ്പിച്ചു. അപ്പോ മാധവേട്ടനൊന്നും മറന്നിട്ടില്ല. നിന്നോടു മിണ്ടാതെ എത്ര കാലം, നിന്റെ ഓർമ്മകൾ കൂട്ടായി എത്ര വേഗം. ഓർക്കുമ്പോൾ നീ എന്നിൽ നോവായി മാറുമ്പോൾ, ഓർക്കാതിരിക്കാം ഞാൻ നിൻ രൂപമെന്നും. സ്നേഹിച്ചു പോയി. ഈ പ്രായത്തിൽ അത് ശരിയാണോ ശരികേടാണോ എന്ന് എനിക്കറിയില്ല. പക്ഷെ അവൾ എൻ്റെ ജീവിതത്തിലേക്ക് വന്നപ്പോ അന്ന് വരെ ഞാൻ അനുഭവിച്ച ജീവിതത്തിന്റെ കഷ്ടപ്പാടിനെ ഒരവസാനമാകുമെന്ന് കരുതി. അവളോടൊപ്പം നിറങ്ങളുള്ളൊരു ജീവിതം ഞാൻ ആഗ്രഹിച്ചു. പക്ഷേ അവൾ എന്നെ ഒരു കളിപ്പാട്ടമാക്കുകയായിരുന്നടോ. അവളും എന്നെ ചതിച്ചിട്ട് പോയിടോ. അമ്മ പോയി, പെങ്ങൾ അവളുടെ ജീവിതത്തിലേക്ക് പോയി. എന്നും കൂടെ ഉണ്ടാകുമെന്ന് കരുതിയവർ ചതിച്ചിട്ട് പോവുകയും ചെയ്തു. ഇപ്പൊ എന്റെ ജീവിതം താൻ വരച്ചിട്ട് ഈ മരം പോലെയാ. അടിയിൽ മണ്ണില്ല, കാക്കില്ല, തൂക്കില്ല, ആർക്കും തണൽ തരില്ല. മാധവേട്ടാ, ഈ ചിത്രത്തിലേക്ക് നോക്കിക്കേ. ഞാൻ ഈ ഉണങ്ങിയ മരത്തിന്റെ ചുവട്ടിൽ ചെറിയൊരു നാമ്പ് മുളച്ചു വരുന്നതായി വരക്കുന്നത് കണ്ടോ? അതുകൊണ്ട് എന്ത് കാര്യം? കാര്യമുണ്ട് മാധവേട്ടാ. നിങ്ങൾ ഇത്രയും കാലം ജീവിച്ചത് മറ്റുള്ളവർക്ക് വേണ്ടിയാണെങ്കിൽ ഇനിയുള്ള കാലം നിങ്ങൾ ജീവിക്കുന്നത് നിങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. ആ ചതി മാധവേട്ടന്റെ ഒരു കുറവല്ല, അത് അവരുടെ നിലവാരമില്ലായ്മയാണ്. 52 വയസ്സ് എന്ന് പറയുന്നത് ജീവിതത്തിന്റെ അവസാനമല്ല, അത് പുതിയ ജീവിതത്തിന്റെ ഒരു തുടക്കം മാത്രമാണ്. മറ്റുള്ളവർക്ക് വേണ്ടി എരിഞ്ഞു തീരുന്ന മെഴുകുതിരിയായിട്ടല്ല, സ്വയം കത്തിജ്വലിക്കുന്ന ഒരു സൂര്യനായിട്ട് വേണം മാധവേട്ടൻ ഇനി ജീവിക്കാൻ. അതിനെന്നെ കൊണ്ട് കഴിയുള്ളൂ. തീർച്ചയായും. ഈ ലോകത്ത് ആരും ആർക്കും വേണ്ടിയല്ല ജീവിക്കുന്നത്. മാധവേട്ടന്റെ കടമകളൊക്കെ പൂർത്തിയായി. ഇനി മാധവേട്ടന് ഇഷ്ടമുള്ളത് ചെയ്യൂ. പുതിയ യാത്രകൾ ചെയ്യൂ, പുതിയ പുതിയ സൗഹൃദങ്ങൾ കണ്ടെത്തൂ. ഈ ചിത്രം പോലെ ഈ ഉണങ്ങിയ മരത്തിന് താഴെ പുതിയൊരു ജീവൻ മുളക്കുന്നുണ്ട്. അത് മാധവേട്ടനിലെ പുതിയ മനുഷ്യനാണ്. ഈ ജീവിതത്തിൽ ഒരു തിരുത്തൽ വരുത്താൻ മാധവേട്ടന് ഇനിയും സമയമുണ്ട്. ജീവിതം ഒരു ക്യാൻവാസാണ്. അതിൽ ഏത് നിറം വേണമെന്ന് നമ്മളാണ് തീരുമാനിക്കുന്നത്. എവിടെയോ കളഞ്ഞു പോയ കൗമാരം ഇന്നെന്റെ ഓർമ്മയിൽ തിരയുന്നു.
കാണാൻ പറഞ്ഞ ശരിയാ. കറുപ്പ് മാത്രമല്ലല്ലോ നിറം. എനിക്കും ഇനി ഒരു ജീവിതമുണ്ട്. നിറങ്ങ ചാലിച്ചൊരു ജീവിതം, നിറമുള്ള ജീവിതം. ഓർമ്മയിൽ തിരയുന്നു ഇന്നെന്റെ ഓർമ്മയിൽ ഞാൻ തിരയുന്നു. ഇലഞ്ഞികൾ പൂക്കുന്ന ഗ്രാമത്തിലോ നിഴലിന്മേൽ നിഴൽ വീഴും നഗരത്തിലോ ഇലഞ്ഞികൾ പൂക്കുന്ന ഗ്രാമ